തിരുവനന്തപുരം മ്യൂസിയം വളപ്പിൽ തെരുവുനായ ആക്രമണം. പ്രഭാത നടത്തത്തിനെത്തിയ 5 പേർക്ക് കടിയേറ്റു. മ്യൂസിയം വളപ്പിലെ നായകൾക്കുടൻ പ്രതിരോധ വാക്സിൻ നൽകുമെന്ന് വെറ്റിനറി ഡോക്ടർ നികേഷ് കിരൺ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മ്യൂസിയത്തിൽ എത്തുന്നവരെ ആശങ്കയിലാക്കുന്നതാണ് തെരുവുനായയുടെ ശല്യം. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പുറത്തുനിന്നും അക്രമാസക്തനായ തെരുവുനായ മ്യൂസിയം വളപ്പിലേക്ക് ഓടിക്കയറിയത്. പ്രഭാത സവാരിക്കെത്തിയ ആളുകളെയും മ്യൂസിയം വളപ്പിലെ നായകളെയും തെരുവുനായ ആക്രമിച്ചു. ആക്രമണത്തിൽ 5 പേർക്ക് കടിയേറ്റു. ഇവർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മ്യൂസിയം വളപ്പിലെ പട്ടികൾക്ക് കടിയേറ്റതും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭ്രാന്ത് പിടിച്ചല്ലേ വരുന്നത്, അതിനെ ആരൊന്നൊന്നുമില്ല. ഈ പോണവരെ മുഴുവൻ ചുമ്മാ കടിക്കുകയാണ്. അതിങ്ങനെ അലഞ്ഞു നടക്കുന്നത്. ഇനിയിപ്പം പേടിക്കേണ്ടത് ഇവിടെ സ്ഥിരമുള്ള നായ്ക്കളെയും കടിച്ചളഞ്ഞു. എന്നാൽ തെരുവുനായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കടിച്ച നായ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയമുണ്ട്. നായയുടെ മൃതദേഹം പാലോട് SIEDയിൽ റാബിസ് ടെസ്റ്റ്, പോസ്റ്റ്മോർട്ടം എന്നിവയ്ക്കായി അയച്ചു. കടികിട്ടിയ എല്ലാ പട്ടികൾക്കും വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. വാക്സിൻ നമ്മുടെ നിലയിൽ ചെയ്യണോ അതോ കോർപ്പറേഷൻ എന്നുള്ള വാക്സിനേഷൻ ടീം ഒന്ന് ചെയ്യണോ എന്നുള്ളത് ഇന്ന് ഡയറക്ടർ മീറ്റിംഗ് കൂടിയതിനു ശേഷം തീരുമാനിക്കുള്ളൂ. മ്യൂസിയം ഭാഗത്ത് തെരുവുനായ്ക്കളുടെ രൂക്ഷമായ ശല്യമുണ്ടെന്നും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും ആളുകൾ പറയുന്നു. മീഡിയ 1 തിരുവനന്തപുരം.